20/9/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ബാബയ്ക്ക് സമാനം ഈശ്വരീയ സേവകരാകണം. സംഗമത്തിൽ ബാബ കുട്ടികളായ നിങ്ങളുടെ സേവനം ചെയ്യുവാൻ വരുന്നു. ചോദ്യം: ഈ പുരുഷോത്തമ സംഗമയുഗം തന്നെയാണ് ഏറ്റവും സുന്ദരവും മംഗളകാരിയും. എങ്ങനെ? ഉത്തരം: ഈ സമയത്ത് കുട്ടികളായ നിങ്ങൾ, സ്ത്രീയും പുരുഷനും രണ്ടുപേരും ഉത്തമം ആകുന്നു. ഈ സംഗമയുഗം തന്നെ കലിയുഗത്തിൻ്റെ അന്ത്യത്തിൻ്റെയും സത്യയുഗത്തിൻ്റെ ആദിയുടെയും ഇടയിലുള്ള സമയമാണ്. ഈ സമയത്ത് തന്നെയാണ് ബാബ കുട്ടികളായി നിങ്ങൾക്ക് വേണ്ടി ഈശ്വരീയ യൂണിവേഴ്സിറ്റി തുറക്കുന്നത്. അവിടെ നിങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നു. ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി മുഴുവൻ കൽപ്പത്തിലും ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഈ സമയത്ത് എല്ലാവരുടെയും സദ്ഗതി ഉണ്ടാകുന്നു. ഓം ശാന്തി. ആത്മീയ പിതാവ് ആത്മീയ കുട്ടികൾക്കിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഇവിടെ ഇരിക്കവേ ഒന്നാമതായി നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നു. കാരണം ആ ഒന്ന് പതീത പാവനാണ്. ആ ഒന്നിനെ ഓർമ്മിക്കുന്നതിലൂടെ പാവനവും സതോപ്രധാനവുമാവുക എന്നത് തന്നെയാണ് നിങ്ങളുടെ എയിം. സതോ വരെ ഉള്ളതല്ല എയിം, സതോ പ്രധാനമാകണം. അതിനാൽ ബാബയെയും തീർച്ചയായും ഓർമ്മിക്കണം. പിന്നെ സ്വീറ്റ് ഹോമിനെയും ഓർമ്മിക്കണം, കാരണം അവിടേക്ക് പോകേണ്ടതുണ്ട്. പിന്നെ ധനസമ്പത്തുകളും ആവശ്യമാണ്. അതിനാൽ തൻ്റെ സ്വർഗധാമത്തെയും ഓർമ്മിക്കേണ്ടതുണ്ട്, കാരണം ഇത് പ്രാപ്തിയാകുന്നു. കുട്ടികൾക്കറിയാം നമ്മൾ ബാബയുടെ കുട്ടികൾ ആയിരിക്കുകയാണ്. തീർച്ചയായും ബാബയിൽ നിന്നും ശിക്ഷണം സ്വീകരിച്ച് നമ്മൾ നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച് സ്വർഗത്തിൽ പോകും. ബാക്കി ഏതെല്ലാം ജീവാത്മാക്കളുണ്ടോ അവർ ശാന്തിധാമത്തിലേക്ക് പോകും. വീട്ടിലേക്ക് തീർച്ചയായും പോകേണ്ടതുണ്ട്. കുട്ടികൾക്ക് ഇതും അറിയാം. ഇപ്പോൾ രാവണ രാജ്യമാണ്. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ സത്യയുഗത്തിന് രാമരാജ്യം എന്ന പേര് നൽകപ്പെടുന്നു. 2 കല കുറയുന്നു. മറ്റവരെ സൂര്യവംശിയെന്നും അവരെ ചന്ദ്രവംശിയെന്നും പറയുന്നു. ക്രിസ്ത്യൻസിൻ്റെ ഒരേ ഒരു ഡിനസ്റ്റി നടക്കുന്നത് പോലെ ഇതും ഒരേ ഒരു ഡിനസ്റ്റിയാണ്. എന്നാൽ അതിൽ സൂര്യവംശിയും ചന്ദ്രവംശിയുമുണ്ട്. ഈ കാര്യങ്ങൾ ഒരു ശാസ്ത്രങ്ങളിലും ഇല്ല. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. അതിനെ തന്നെയാണ് ജ്ഞാനം അഥവാ നോളജ് എന്ന് പറയുന്നത്. സ്വർഗം സ്ഥാപിതമായെങ്കിൽ പിന്നെ നോളജിൻ്റെ ആവശ്യമില്ല. ഈ നോളജ് കുട്ടികളെ പുരുഷോത്തമ സംഗമയുഗത്തിൽ തന്നെയാണ് പഠിപ്പിക്കപ്പെടുന്നത്. നിങ്ങളുടെ സെൻറ്റേഴ്സിൽ അഥവാ മ്യൂസിയത്തിൽ വളരെ വലിയ വലിയ വാക്കുകളിൽ തീർച്ചയായും എഴുതപ്പെട്ടിട്ടുണ്ടാകണം: സഹോദരി സഹോദരന്മാരെ, ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. അത് ഒരേ ഒരു തവണയാണ് വരുന്നത്. പുരുഷോത്തമ സംഗമയുഗം എന്നതിൻ്റെ അർത്ഥവും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇതും എഴുതണം: കലിയുഗ അന്ത്യത്തിൻ്റെയും സത്യയുഗത്തിൻ്റെ ആദിയുടെയും സംഗമമാണെന്ന്. അപ്പോൾ സംഗമയുഗം ഏറ്റവും സുന്ദരവും മംഗളകാരിയുമാകുന്നു. ബാബയും പറയുന്നു, ഞാൻ പുരുഷോത്തമ സംഗമയുഗത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ സംഗമയുഗത്തിൻ്റെ അർത്ഥവും മനസ്സിലാക്കിച്ചു തന്നു. വേശ്യാലയത്തിൻ്റെ അന്ത്യവും ശിവാലയത്തിൻ്റെ ആദ്യവും. ഇതിനെ പുരുഷോത്തമ സംഗമയുഗം എന്ന് പറയുന്നു. ഇവിടെ എല്ലാവരും വികാരിയാണ്, അവിടെ എല്ലാവരും നിർവികാരിയാണ്. അപ്പോൾ തീർച്ചയായും ഉത്തമം എന്ന് നിർവികാരിയെ ആയിരിക്കുമല്ലോ പറയുക. പുരുഷനും സ്ത്രീയും രണ്ടുപേരും ഉത്തമമാകുന്നു. അതിനാൽ നാമം തന്നെ പുരുഷോത്തമം എന്നാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് ബാബയ്ക്കും കുട്ടികളായ നിങ്ങൾക്കുമല്ലാതെ മറ്റാർക്കും ഇത് സംഗമയുഗമാണ് എന്നറിയില്ല. പുരുഷോത്തമ സംഗമയുഗം എപ്പോഴാണ് ഉണ്ടാകുന്നത് എന്നത് ആരുടെ ചിന്തയിലും വരുന്നില്ല. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ്. ആ ഒന്ന് മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. ആ ഒന്നിൻ്റേത് തന്നെയാണ് ഇത്രയും മഹിമയുള്ളത്. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, ആനന്ദത്തിൻ്റെ സാഗരമാണ്,
പതീത പാവനാണ്. ജ്ഞാനത്തിലൂടെ സദ്ഗതി ചെയ്യുന്നു. ഭക്തിയിലൂടെ സദ്ഗതി എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല. ജ്ഞാനത്തിലൂടെയാണ് സദ്ഗതി ഉണ്ടാകുന്നത്. സദ്ഗതി സത്യയുഗത്തിൽ തന്നെയാണ്. അപ്പോൾ തീർച്ചയായും കലിയുഗത്തിൻ്റെ അന്തിമത്തിൻ്റെയും സത്യയുഗത്തിൻ്റെ ആദിയുടെയും സംഗമത്തിലാണ് വരുന്നത്. എത്ര ക്ലിയറായി ബാബ മനസ്സിലാക്കി തരുന്നു. പുതിയവരും വരുന്നു. കൃത്യമായി കൽപ്പകൽപ്പങ്ങളിൽ വന്നതുപോലെ വന്നുകൊണ്ടേയിരിക്കും. രാജധാനി ഇങ്ങനെ തന്നെയാണ് സ്ഥാപിതമാകേണ്ടത്. കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ സത്യമായ ഈശ്വരീയ സേവാധാരികളാണ്. ഒരാളെ ആയിരിക്കില്ല പഠിപ്പിക്കുന്നത്, ഒരാൾ പഠിക്കുന്നു. പിന്നെ ഈ ഒന്നിലൂടെ നിങ്ങൾ പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. അതിനാൽ ഇവിടെ ഈ വലിയ യൂണിവേഴ്സിറ്റി തുറക്കേണ്ടി വരുന്നു. മുഴുവൻ ലോകത്തിലും മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയേ ഇല്ല. ഈശ്വരീയ യൂണിവേഴ്സിറ്റിയുമുണ്ട് എന്നത് ലോകത്തിൽ ആരും അറിയുന്നില്ല. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ അറിയുന്നുണ്ട്. ഗീതയുടെ ഭഗവാനായ ശിവൻ വന്ന് ഈ യൂണിവേഴ്സിറ്റി തുറക്കുന്നു. പുതിയ ലോകത്തിൻ്റെ അധികാരിയായ ദേവീ ദേവതയാക്കുന്നു. ഈ സമയത്ത് ആത്മാവ് തമോ പ്രധാനമായിരിക്കുകയാണ്. വീണ്ടും അതിനെ തന്നെ സതോ പ്രധാനം ആകേണ്ടതുണ്ട്. ഈ സമയത്ത് എല്ലാവരും തമോ പ്രധാനമാണല്ലോ. ചില കുമാരന്മാരും പവിത്രമായിരിക്കുന്നു, കുമാരിമാരും പവിത്രമായിരിക്കുന്നു, സന്യാസിമാരും പവിത്രമായിരിക്കുന്നു. എന്നാൽ ഇക്കാലത്ത് അവർ പവിത്രമല്ല. ആദ്യം ആത്മാക്കൾ വരുമ്പോൾ അവർ പവിത്രമായിരിക്കുന്നു, പിന്നെ അപവിത്രമാകുന്നു. കാരണം നിങ്ങൾക്കറിയാം, സതോ പ്രധാനം, സതോ രജോ തമോയിലൂടെ എല്ലാവർക്കും കടന്നു പോകേണ്ടതുണ്ട്. അന്തിമത്തിൽ എല്ലാവരും തമോ പ്രധാനമായി മാറുന്നു. ഇപ്പോൾ ബാബ മുന്നിലിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഈ വൃക്ഷം തമോ പ്രധാനവും ജീർണിച്ച അവസ്ഥ പ്രാപിച്ചിരിക്കുകയുമാണ്, പഴയതായിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ വിനാശം ഉണ്ടാകേണ്ടതാണ്. ഇത് വെറൈറ്റി ധർമ്മങ്ങളുടെ വൃക്ഷമാണ്. അതിനാൽ വിരാട ലീല എന്ന് പറയുന്നു. എത്ര വലിയ പരിധിയില്ലാത്ത വൃക്ഷമാണ്. മറ്റേത് ജഡവൃക്ഷമാണ്. ഏതൊരു വിത്ത് വിതയ്ക്കുന്നുവോ ആ വൃക്ഷം വളർന്നു വരുന്നു. ഇത് പിന്നെ വെറൈറ്റി ധർമ്മങ്ങളുടെ വെറൈറ്റി ചിത്രമാണ്. എല്ലാ മനുഷ്യരാണ്, എന്നാൽ അതിൽ വെറൈറ്റി വളരെയധികമുണ്ട്. അതിനാൽ വിരാട ലീല എന്ന് പറയുന്നു. എല്ലാ ധർമ്മവും എങ്ങനെയാണ് നമ്പർ അനുസരിച്ച് വരുന്നത്, ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. എല്ലാവർക്കും പോകേണ്ടതുണ്ട്, വീണ്ടും വരേണ്ടതുണ്ട്. ഈ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. പ്രകൃതിയ ഉള്ള ഡ്രാമയാണ്. പ്രകൃതിയ ഉള്ള ശക്തി ഇതാണ്. ഇത്രയും ചെറിയൊരു ആത്മാവിൽ അഥവാ പരമാത്മാവിൽ എത്ര പാർട്ട് നിറഞ്ഞിരിക്കുന്നു. പരമ ആത്മാവ് എന്നതിനെ ചേർത്ത് പരമാത്മാ എന്ന് പറയുന്നു. നിങ്ങൾ ആ ഒന്നിനെ ബാബ എന്ന് പറയുന്നു. കാരണം ആ ഒന്ന് എല്ലാ ആത്മാക്കളുടെയും സുപ്രീം പിതാവാണല്ലോ. കുട്ടികൾ അറിയുന്നുണ്ട്, ആത്മാവ് തന്നെയാണ് മുഴുവൻ പാർട്ട് അഭിനയിക്കുന്നത്. മനുഷ്യർ ഇതറിയുന്നില്ല. അവർ പറയുന്നു ആത്മാവ് നിർലേപമാണ്. വാസ്തവത്തിൽ ഈ വാക്ക് റോങ് ആണ്. ഇതും വലിയ വലിയ അക്ഷരങ്ങളിൽ എഴുതേണ്ടതാണ്. ആത്മാവ് നിർലേപമല്ല. എങ്ങനെയെല്ലാമുള്ള നല്ലതോ മോശമോ ആയ കർമ്മം ചെയ്യുന്നുവോ അങ്ങനെയുള്ള ഫലം ആത്മാവ് തന്നെയാണ് നേടുന്നത്. മോശമായ സംസ്കാരങ്ങളിലൂടെ പതീതമായി മാറുന്നു. അപ്പോൾ ദേവതമാരുടെ മുന്നിൽ പോയി അവരുടെ മഹിമ പാടുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് 84 ജന്മങ്ങളെക്കുറിച്ചും മനസ്സിലായി. മറ്റൊരു മനുഷ്യനും അറിയുന്നില്ല. നിങ്ങൾ അവർക്ക് 84 ജന്മങ്ങൾ തെളിയിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ പറയുന്നു, ശാസ്ത്രങ്ങളെല്ലാം അസത്യമാണോ? കാരണം മനുഷ്യൻ 84 ലക്ഷം സ്പീഷീസിൽ വരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. വാസ്തവത്തിൽ സർവശാസ്ത്രമയി ശിരോമണി ഗീത തന്നെയാണ്. ബാബ ഇപ്പോൾ നമ്മളെ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 5000 വർഷം മുൻപ് പഠിപ്പിച്ചിരുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ പവിത്രമായിരുന്നു. പവിത്ര ഗൃഹസ്ഥ ധർമ്മമുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനെ ധർമ്മം എന്ന് പറയുകയില്ല, അധർമ്മിയായിരിക്കുകയാണ്.
അതിനർത്ഥം വികാരിയായിരിക്കുകയാണ്. ഈ കളിയെ കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. അത് ഓരോ 5000 വർഷത്തിനു ശേഷവും റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യമാണെങ്കിൽ ആർക്കും മനസ്സിലാക്കാൻ പോലും സാധിക്കില്ല. ഇത് ഇന്നലത്തെ കാര്യം പോലെയാണ്. നിങ്ങൾ ശിവാലയത്തിലായിരുന്നു, ഇന്ന് വേശ്യാലയത്തിലാണ്, പിന്നെ നാളെ ശിവാലയത്തിലായിരിക്കും. സത്യയുഗത്തെ പറയുന്നത് ശിവാലയം എന്നാണ്, ത്രേതയെ സെമി എന്ന് പറയുന്നു. ഇത്രയും വർഷങ്ങൾ അവിടെ വസിക്കും. പുനർജന്മത്തിൽ വരിക തന്നെ വേണം. ഇതിനെ പറയുന്നത് രാവണ രാജ്യം എന്നാണ്. നിങ്ങൾ പകുതി കൽപ്പം പതീതമായി. ഇപ്പോൾ ബാബ പറയുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കവേ കമലപുഷ്പ സമാനം പവിത്രമാകൂ. കുമാരന്മാരും കുമാരിമാരും പവിത്രം തന്നെയാണ്. പിന്നെ അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു, വീണ്ടും പവിത്രമാകാനുള്ള പുരുഷാർത്ഥം ചെയ്യേണ്ടി വരും വിധം ഇങ്ങനെ ഗൃഹസ്ഥത്തിലേക്ക് പോകാതിരിക്കണം. ഭഗവാൻ വാചിയാണ്, പാവനമാകൂ. അപ്പോൾ പരിധിയില്ലാത്ത പിതാവ് പറയുന്നത് അംഗീകരിക്കേണ്ടി വരുമല്ലോ. നിങ്ങൾക്ക് ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കവേ കമലപുഷ്പ സമാനം കഴിയാൻ സാധിക്കും. പിന്നെ കുട്ടികളെ പതീതമാക്കുന്നതിൻ്റെ ശീലം എന്തിന് വരുത്തുന്നു? ബാബ 21 ജന്മങ്ങളിലേക്ക് പതീതമാകുന്നതിൽ നിന്നും രക്ഷിക്കുന്നു എന്നിരിക്കെ ഇതിൽ ലോകമര്യാദയും കുലത്തിൻ്റെ മര്യാദയും ഉപേക്ഷിക്കേണ്ടി വരും. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. ബാച്ചിലേഴ്സ് അഥവാ കുമാരന്മാർ എല്ലാ ധർമ്മങ്ങളിലും ധാരാളമുണ്ട്. എന്നാൽ സേഫ്റ്റിയോടെ കഴിയുന്നത് അല്പം പ്രയാസമാണ്. ഏതായാലും രാവണ രാജ്യത്തിലാണല്ലോ കഴിയുന്നത്. വിദേശത്തും ഇങ്ങനെ ധാരാളം മനുഷ്യർ വിവാഹം കഴിക്കുന്നില്ല, പിന്നെ അവസാനം കഴിക്കുന്നു കമ്പാനിയൻഷിപ്പിന് വേണ്ടി. ക്രിമിനൽ ആയ കാരണമല്ല കഴിക്കുന്നത്. ഇങ്ങനെയും ലോകത്തിൽ ധാരാളം പേരുണ്ട്. പൂർണ്ണമായും സംരക്ഷിക്കുന്നു. പിന്നെ എപ്പോഴാണോ മരിക്കുന്നത് അപ്പോൾ കുറച്ച് അവർക്ക് നൽകിയ ശേഷം പോകുന്നു. കുറച്ച് ദാനധർമ്മങ്ങൾക്കായി വിനിയോഗിക്കുന്നു. ട്രസ്റ്റ് ഉണ്ടാക്കിയ ശേഷം പോകുന്നു. വിദേശത്തും വലിയ വലിയ ട്രസ്റ്റ് ഉണ്ട്. അവർ പിന്നെ ഇവിടെയും സഹായിക്കും. വിദേശത്തെയും സഹായിക്കാൻ കഴിയാൻ തക്കവണ്ണമുള്ള ട്രസ്റ്റ് ഇവിടെ ഉണ്ടായിരിക്കില്ല. ഇവിടെയാണെങ്കിൽ ദരിദ്രരായ ആൾക്കാരാണ്, എന്ത് സഹായിക്കുവാനാണ്? അവിടെയാണെങ്കിൽ അവരുടെ അടുക്കൽ പൈസ ധാരാളമുണ്ട്. ഭാരതം ദരിദ്രമാണല്ലോ. ഭാരതവാസികളുടെ അവസ്ഥയെ എന്താണ്? ഭാരതം എത്ര ശിരസിലെ കിരീടമായിരുന്നു. ഇന്നലത്തെ കാര്യമാണ്. സ്വയവും പറയുന്നു, 3000 വർഷങ്ങൾക്ക് മുമ്പ് പാരഡൈസ് ഉണ്ടായിരുന്നു. ബാബ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കറിയാം, പതീതരെ പാവനമാക്കുന്നതിനായി ബാബ എങ്ങനെയാണ് മുകളിൽ നിന്നും താഴേക്ക് വരുന്നത്. ആ ഒന്ന് തന്നെയാണ് ജ്ഞാനത്തിൻ്റെ സാഗരം, പതീത പാവനൻ, സർവരുടെയും സദ്ഗതി ദാതാവ്, അതായത് സർവരെയും പാവനമാക്കുന്നവൻ. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, എൻ്റെ മഹിമ എല്ലാവരും പാടുന്നു. ഞാൻ ഇവിടെ പതീത ലോകത്തിൽ തന്നെയാണ് വരുന്നത്, നിങ്ങളെ പാവനമാക്കുന്നതിന് വേണ്ടി. നിങ്ങൾ പാവനമായി മാറുന്നു. അപ്പോൾ പിന്നെ ആദ്യം പാവന ലോകത്തിൽ വരുന്നു. വളരെയധികം സുഖം അനുഭവിക്കുന്നു. പിന്നെ രാവണ രാജ്യത്തിൽ വീഴുന്നു. പരംപിത പരമാത്മാവ് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, ശാന്തിയുടെ സാഗരമാണ്, പതീത പാവനാണ് എന്ന് പാടുന്നു. എന്നാൽ പാവനമാക്കുന്നതിന് വേണ്ടി എപ്പോൾ വരും? ഇത് ആരും തന്നെ അറിയുന്നില്ല. ബാബ പറയുന്നു, നിങ്ങൾ എൻ്റെ മഹിമ വർണ്ണിക്കുന്നുവല്ലോ. ഇപ്പോൾ ഞാൻ വന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് തൻ്റെ പരിചയം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോ 5000 വർഷത്തിനു ശേഷവും ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ വരുന്നു. എങ്ങനെ വരുന്നു? അതും മനസ്സിലാക്കിച്ചു തരുന്നു. ചിത്രവുമുണ്ട്. ബ്രഹ്മാവ് സൂക്ഷ്മവതനത്തിലല്ല ഉള്ളത്. ബ്രഹ്മാവ് ഇവിടെയാണുള്ളത്. ബ്രാഹ്മണരും ഇവിടെയാണുള്ളത്. ആ ഒന്നിനെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നു. പിന്നെ ആ ഒന്നിൻ്റെ വംശാവലി ഉണ്ടാകുന്നു.
മനുഷ്യ സൃഷ്ടിയുടെ വംശാവലി പ്രജാപിത ബ്രഹ്മാവിലൂടെ തന്നെ ആയിരിക്കുമല്ലോ നടക്കുക. പ്രജാപിതാവ് ഉണ്ട് എന്നിരിക്കെ തീർച്ചയായും ആ ഒന്നിൻ്റെ പ്രജകൾ ഉണ്ടായിരിക്കും. കുഖവംശാവലി ആയിരിക്കുക സാധ്യമല്ല, തീർച്ചയായും അഡോപ്റ്റഡ് ആയിരിക്കും. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ്, അപ്പോൾ തീർച്ചയായും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ ഏവരും അഡോപ്റ്റഡ് കുട്ടികളാണ്. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണർ ആയിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ദേവത ആകേണ്ടതുണ്ട്. ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണൻ, പിന്നെ ബ്രാഹ്മണനിൽ നിന്നും ദേവത. ഇത് കുട്ടിക്കർണ മറിച്ചിലിൻ്റെ കളിയാണ്. വിരാട് രൂപത്തിൻ്റെയും ചിത്രമുണ്ടല്ലോ. അവിടെ നിന്നും സർവർക്കും ഇവിടേക്ക് തീർച്ചയായും വരേണ്ടതുണ്ട്. എപ്പോഴാണോ എല്ലാവരും വന്നു ചേരുന്നത്, പിന്നെ ക്രിയേറ്ററും വരുന്നു. അത് ക്രിയേറ്ററും ഡയറക്ടറുമാണ്, ആക്റ്റും ചെയ്യുന്നു. ബാബ പറയുന്നു, ഹേ ആത്മാക്കളെ, നിങ്ങൾ എന്നെ അറിയുന്നു. ആത്മാക്കളായ നിങ്ങൾ ഏവരും എൻ്റെ കുട്ടികളാണല്ലോ. നിങ്ങൾ ആദ്യം സത്യയുഗത്തിൽ ശരീരധാരിയായി, പിന്നെ എത്ര നല്ല സുഖത്തിൻ്റെ പാർട്ട് അഭിനയിച്ചു. പിന്നെ 84 ജന്മത്തിനു ശേഷം നിങ്ങൾ എത്ര ദുഃഖത്തിൽ വന്നിരിക്കുകയാണ്. ഡ്രാമയ്ക്ക് ക്രിയേറ്ററും ഡയറക്ടറും പ്രൊഡ്യൂസറും ഉണ്ടായിരിക്കുമല്ലോ. ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. പരിധിയില്ലാത്ത ഡ്രാമയെ ആരും അറിയുന്നില്ല. ഭക്തിമാർഗത്തിൽ ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. മനുഷ്യൻ്റെ ബുദ്ധിയിൽ അത് തന്നെ ഇരുന്നു പോയി. ഇപ്പോൾ ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇതെല്ലാം ഭക്തിമാർഗത്തിലെ ശാസ്ത്രങ്ങളാണ്. ഭക്തിമാർഗത്തിൻ്റെ അനേകം സാമഗ്രികളുണ്ട്. ഏതുപോലെ വിത്തിൻ്റെ സാമഗ്രിയാണ് വൃക്ഷം. ഇത്രയും ചെറിയ ബീജത്തിൽ നിന്നും വൃക്ഷം എത്ര വിസ്താരത്തിൽ വ്യാപിക്കുന്നു. ഭക്തിക്കും ഇത്രയും വിസ്താരമുണ്ട്. ജ്ഞാനമാണെങ്കിൽ ബീജമാണ്. അതിൽ ഒരു സാമഗ്രിയുടെയും ആവശ്യമില്ല. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. മറ്റേതെങ്കിലും വ്രത നിയമത്തിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം അവസാനിക്കുന്നു. നിങ്ങൾക്ക് സദ്ഗതി ലഭിക്കും. പിന്നെ ഒരു കാര്യത്തിൻ്റെയും ആവശ്യമില്ല. നിങ്ങൾ തന്നെയാണ് വളരെയധികം ഭക്തി ചെയ്തത്. അതിനുള്ള ഫലം നിങ്ങൾക്ക് നൽകുവാനായി വന്നിരിക്കുകയാണ്. ദേവതമാർ ശിവാലയത്തിൽ ആയിരുന്നല്ലോ. അതിനാൽ ക്ഷേത്രത്തിൽ പോയി അവരുടെ മഹിമ പാടുന്നു. ഇപ്പോൾ പാവം മനസ്സിലാക്കിച്ചു തരുന്നു, മധുരമായ കുട്ടികളെ, ഞാൻ 5000 വർഷം മുമ്പും നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തന്നിരുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ദേഹത്തിൻ്റെ സർവ്വസംബന്ധവും ഉപേക്ഷിച്ച് ഒരു പിതാവായ എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ ഈ യോഗാഗ്നിയിലൂടെ നിങ്ങളുടെ പാപം ഭസ്മമാകും. ബാബ എന്തെല്ലാം ഇപ്പോൾ മനസ്സിലാക്കിക്കുന്നു, അത് കൽപ്പകൽപ്പങ്ങളിൽ മനസ്സിലാക്കിച്ചു വന്നു. ഗീതയിലും ചില നല്ല വാക്കുകളുണ്ട്. മന്മനാഭവ, അതിനർത്ഥം എന്നെ ഓർമ്മിക്കൂ. ശിവ് ബാബ പറയുന്നു, ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. ആരുടെ ശരീരത്തിൽ വരുന്നു, അതും പറഞ്ഞു തരുന്നു. ബ്രഹ്മാവിലൂടെ എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സാരം നിങ്ങളെ കേൾപ്പിക്കുന്നു. ചിത്രവും കാണിക്കുന്നു, പക്ഷേ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ശിവ് ബാബ എങ്ങനെയാണ് ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെ എല്ലാ ശാസ്ത്രങ്ങളുടെയും മറ്റും സാരം കേൾപ്പിക്കുന്നത്. 84 ജന്മങ്ങളുടെ ഡ്രാമയുടെ രഹസ്യവും നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഇദ്ദേഹത്തിൻ്റെ തന്നെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ വരുന്നു. ഇദ്ദേഹം തന്നെ പിന്നെ ആദ്യ നമ്പറിലെ പ്രിൻസ് ആകുന്നു. പിന്നെ 84 ജന്മങ്ങളിൽ വരുന്നു. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ഈ രാവണ രാജ്യത്തിൽ കഴിയവേ പതീതമായ ലോകമര്യാദയും കുലത്തിൻ്റെ മര്യാദയും ഉപേക്ഷിച്ച് പരിധിയില്ലാത്ത ബാബയുടെ കാര്യം അംഗീകരിക്കണം. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കമലപുഷ്പ സമാനം കഴിയണം. ഈ വെറൈറ്റി വിരാട ലീലയെ നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഇതിൽ പാർട്ട് അഭിനയിക്കുന്ന ആത്മാവ് നിർലേപം അല്ല. നല്ലതോ മോശമോ ആയ
കർമ്മം ചെയ്യുന്നു, അതിൻ്റെ ഫലം നേടുകയും ചെയ്യുന്നു. ഈ രഹസ്യം മനസ്സിലാക്കി ശ്രേഷ്ഠ കർമ്മം ചെയ്യണം. വരദാനം: ബാബയുടെ സംസ്കാരങ്ങളെ തൻ്റെ ഒറിജിനൽ സംസ്കാരമാക്കി മാറ്റുന്ന ശുഭഭാവന ശുഭകാമനാധാരിയായി ഭവിക്കട്ടെ. ഇപ്പോൾ വരെയും പല കുട്ടികളിലും ഫീലിംഗിൻ്റെയും അകന്നു മാറുന്നതിൻ്റെയും പരചിന്തനം ചെയ്യുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും ഭിന്ന ഭിന്ന സംസ്കാരമുണ്ട്. അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: എന്ത് ചെയ്യട്ടെ, എൻ്റെ സംസ്കാരം ഇതാണ്. എൻ്റേത് എന്ന ഈ വാക്കു തന്നെയാണ് പുരുഷാർത്ഥത്തിൽ അയവുണ്ടാക്കുന്നത്. ഇത് രാവണൻ്റെ വസ്തുവാണ്, എൻ്റേതല്ല. എന്നാൽ എന്താണോ ബാബയുടെ സംസ്കാരം, അതുതന്നെയാണ് ബ്രാഹ്മണരുടെ ഒറിജിനൽ സംസ്കാരം. ആ സംസ്കാരമാണ് വിശ്വമംഗളകാരി ശുഭചിന്തനധാരി, സർവരെയും പ്രതി ശുഭഭാവന ശുഭകാമനാധാരി. സ്ലോഗൻ: ആരിൽ സമൃദ്ധിയുണ്ടോ അവർ തന്നെയാണ് സർവശക്തികളുടെയും ഖജനാവിൻ്റെ അധികാരി. ഓം ശാന്തി. ഓം ശാന്തി. സാകാര സ്മൃതികൾക്ക് ഉപരിയായി ഞാൻ എൻ്റെ വാസ്തവിക സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഭൃഗുടി മധ്യത്തിൽ തിളങ്ങുന്ന ഓം ശാന്തി നിരാകാരി ആത്മസ്വരൂപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എൻ്റെ ഈ അനാദി വാസ്തവിക സ്വരൂപത്തിൽ ശാന്തിയുടെ ശക്തി നിറഞ്ഞിരിക്കുന്നു. ഈ സ്ഥിതിയിൽ ഞാൻ ശക്തി സമ്പന്നമാണ്. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും കിരണങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഇപ്പോൾ ഞാൻ സ്മൃതിയുടെ ശക്തിയാൽ ശബ്ദത്തിൻ്റെ ലോകത്ത് നിന്നും മാറി നിരാകാരി ദേശ നിവാസിയാകുന്നു. ഈ നിരാകാരി ദേശത്തിൽ നിരാകാരനായ ജ്ഞാന സൂര്യനായ ശിവബാബയുടെ തേജസ്വി സ്വരൂപത്തിനു മുന്നിൽ സ്ഥിതി ചെയ്യുന്നു. മഹാജ്യോതിയായ ജ്ഞാന സൂര്യനിൽ നിന്നും ശക്തികളുടെ കിരണങ്ങൾ എന്നിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കിരണങ്ങൾ എന്നിൽ ഉൾക്കൊള്ളപ്പെടുമ്പോൾ ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ സർവഗുണങ്ങളും ശക്തികളും സ്വതവേ എമർജ് രൂപത്തിൽ ആകുന്നു. ഈ ശക്തിശാലി നിരാകാരി സ്ഥിതിയിൽ ഞാൻ നിർഭയമാണ്, നിർവികൽപ്പമാണ്. ലൈറ്റ് ഹൗസ്, പവർ ഹൗസ് സ്വരൂപമാണ്.
അവസ്ഥയിൽ എൻ്റെ മനസ്സും ബുദ്ധിയും സ്വച്ഛവും സ്പഷ്ടവുമാണ്. മായയുടെ സൂക്ഷ്മ റോയൽ വിഘ്നങ്ങളെ പോലും തിരിച്ചറിഞ്ഞ് അവയെ സമാപ്തമാക്കാനുള്ള ശക്തി എനിക്കുണ്ട്. ജ്ഞാന സൂര്യൻ്റെ പ്രകാശ കിരണങ്ങൾ എൻ്റെ ചിത്തത്തെ പ്രകാശമാനമാക്കുന്നു. ജ്ഞാനം മാസ്റ്റർ ജ്ഞാന സൂര്യനായി മാറുന്നു. ഈ സമ്പന്ന സ്ഥിതി പ്രാപ്തമാക്കി ശബ്ദത്തിൻ്റെ ലോകത്തിൽ സാകാര ദേഹത്തിൽ സ്മൃതി സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. ഓം ശാന്തി.